7 വർഷമായി കബറുകൾ മാന്തിക്കൊണ്ട് ആ കബറിനകത്ത് വെക്കപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് കഫൻ തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഹത്താ മാതത് ജാരിയതും മിൻ ബനാത്തിൽ അൻസാർ, അൻസാരി സ്ത്രീകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് അവൾ മരിച്ചപ്പോ ഫനബസ്തു ഖബറഹാ, അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച ഖബർ ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടി നബിയേ, ആ ഖബർ ഞാൻ മാന്തി നബിയേ. ഫഖറജ്തു കഫനഹാ, അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നബിയേ. ഫമളൈതു ഗൈറ ബഈദ്, സുന്ദരിയായ വെളുത്തു തൊടുത്ത അൻസാരികളിൽപ്പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് ഗലബ അലയ്യ ശൈത്താൻ, പിശാച് എന്നിലേക്ക് കടന്നു വന്നു നബിയേ. എന്റെ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു നബിയേ. ഫറജഅതു ഇലൈഹാ, ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എന്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഫമളൈതു ഗൈറ ബഈദ്, ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ് ഔഖഫ്തനി ജുനുബൻ ബൈന അസാകിരിൽ മൗതാ, എടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? നാളെ മർദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഉഖ്റുജു മിന്നീ, ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ ജബലി, മലഞ്ചരവുകളിലേക്ക്, പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ, നീറുന്ന മനസ്സോടെ, പച്ചാ
പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ. നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈല, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദം വ ഹവ്വാ, ആദമിന്റെ നാഥാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാഥാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാരം മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് നീ തീയിറക്കണേ അല്ലാഹ്. ഫാഹിരിക്ക് നീ എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിൻ അദാബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്, നബിയേ, താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്, നബിയേ, കണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ നബിയേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈഹി. നബിയേ,
ഖബർമാന്തിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിലെ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. തൗബയിലൂടെയാണ്, പശ്ചാത്താപത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് നാം മടങ്ങേണ്ടത്. അള്ളാഹുവിലേക്ക് നാം മടങ്ങേണ്ടത് പശ്ചാത്താപത്തിലൂടെയാണെങ്കിൽ ആ പശ്ചാത്താപം എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ തൗബായ്ക്ക് മുമ്പ് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്? പാവങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. അല്ലാഹുവിന്റെ ദാസന്മാരായ, അല്ലാഹുവിന്റെ ദാസിമാരുടെ സകലമാന പാവങ്ങളും പടച്ച തമ്പുരാൻ ഏറ്റെടുക്കും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുബ്സിതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരുടെ കണ്ണുനീരുകൾ കാണാൻ, അവന്റെ പാവങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പകലിന്റെ സമയങ്ങളിൽ ചെയ്ത പാവങ്ങൾ അതെല്ലാം ഏറ്റെടുക്കാൻ അവൻ പാതിരാ സമയത്ത് നിറകണ്ണുകളോടുകൂടി അല്ലാഹുവിലേക്ക് സകലവും സമർപ്പിക്കുന്ന തന്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവൻ തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ലിയതൂബ മുസീഉൻ നഹാർ. പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, പാവങ്ങളുടെ പാവങ്ങളുമായി, പാവങ്ങളുടെ കൂമ്പാരവുമായി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നിറകണ്ണുകളോടുകൂടി നീ മടങ്ങിയാൽ അവൻ നിന്റെ പാപം ഏറ്റെടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വയതൂബ മുസീഉൻ നഹാർ വയതൂബ മുസീഉൻ നഹാർ. പാതിരാ സമയത്ത് ചെയ്യുന്ന പാപം പകലിൽ അവൻ ഏറ്റെടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, പകലിന്റെ സമയത്ത് ചെയ്യുന്ന പാപം ഏറ്റെടുക്കാൻ പാതിരാ സമയത്ത് അവൻ ഇതാ തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി രാത്രി ചെയ്യുന്ന പാപം പകലിൽ അല്ലാഹു ഏറ്റെടുക്കുന്നു, പകലിൽ ചെയ്യുന്ന പാപം രാത്രി അല്ലാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ ഉടൻ തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങണം, പടച്ചവനിലേക്ക് മടങ്ങണം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا يدعون ربهم خوفا وطمعا. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങൾ ഏറ്റെടുക്കും. പകൽ ചെയ്ത പാവം രാത്രി, രാത്രി ചെയ്ത പാവം പകൽ. പെട്ടെന്ന് നിങ്ങൾ തൗബ ചെയ്താൽ, ഒരു തെറ്റൊരാളി ചെയ്താൽ ഉടൻ തന്നെ തൗബ ചെയ്യണം. അതാണ് നബി തങ്ങൾ പറയുന്നത്. അന്നുമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യുദ്നിബു ദൻബാ ഇല്ലാ വഖഫൽ മലകു 3 സആat فإن تاب واستغفر لم يكتبه ولم يعذبه الله يوم القيامة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുസ്ലിമീങ്ങളായ സഹോദരാ, മുസ്ലിമായ സഹോദരാ, മുസ്ലിമത്തായ സഹോദരി, സഹോദരാ, സഹോദരി, ആരെങ്കിലും നിങ്ങളിൽ നിന്നൊരാൾ ഒരു പാപം ചെയ്തു എന്നിരിക്കട്ടെ, ഇല്ലാ വഖഫൽ മലകു 3 സആat 3
മണിക്കൂർ സമയം അവന്റെ പാപങ്ങളെല്ലാം പഴുകിക്കളയുന്നതിന് വേണ്ടി അവൻ പശ്ചാത്തപിച്ചാൽ റബ്ബിന്റെ കോടതിയിലേക്ക് ഇതാ അവന്റെ പാപങ്ങൾ എത്തിക്കാതിരിക്കാൻ മലക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പാപം ചെയ്ത ഒരു മനുഷ്യൻ 3 മണിക്കൂറിനുള്ളിൽ അവൻ തന്റെ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ലം യക്തുബുഹു, അവൻ പാപിയായി രേഖപ്പെടുത്തുകയേ ഇല്ല. വലം യുഅദ്ദിബുഹു അല്ലാഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവൻ പാപം ചെയ്തവന്റെ പട്ടികയിൽ പെടുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാപം ചെയ്താൽ താമസിപ്പിക്കരുതേ, ഉടൻ തന്നെ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണമേ നബിയുനാ റസൂലുള്ളാഹി. പെട്ടെന്ന് തന്നെ മടങ്ങണം. 3 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പാവം ചെയ്തിട്ട് 2 മണിക്കൂറാണല്ലോ, പിന്നെ 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു പാവം കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് 3 മണിക്കൂറിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തൗബ ചെയ്യാം. അതല്ല അതിന്റെ അർത്ഥം. വളരെ പെട്ടെന്ന് ചെയ്യാൻ ഒരു ഏകദേശം ഒരു സമയമാണ് നമുക്ക് നബിതങ്ങളെ പഠിപ്പിച്ചത്. വളരെ പെട്ടെന്ന്. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? ഖുർആൻ പറയുന്നു, ഇന്നമ തൗബതു അലല്ലാഹ്, ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തൗബ, പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഇന്നമ തൗബതു അലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുന്ന തൗബ എന്ന് പറഞ്ഞാൽ, അവൻ സ്വീകരിക്കുന്ന പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ലില്ലദീന യഅമലൂന السوء بجهالة, ആരെങ്കിലും അറിവില്ലായ്മയുടെ പേരിൽ, വിവരമില്ലായ്മയുടെ പേരിൽ, അവന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവൻ തെറ്റിലേക്ക് വീണു പോയെങ്കിൽ യതൂബൂന മിൻ ഖരീബ്, താമസിക്കാതെ അവൻ ഉടൻ തന്നെ പശ്ചാത്തപിച്ചു കൊള്ളട്ടെ. താമസിപ്പിക്കരുതേ. പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, നേരം വെളുക്കുന്നത് വരെ പാപത്തിൽ നിന്ന് പരിഹാരം കാണാൻ നീ പ്രതീക്ഷിക്കരുതേ. ഉടൻ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങണമേ, ഉടൻ തന്നെ പശ്ചാത്തപിക്കണമേ. പകലിന്റെ സമയങ്ങളിൽ പാപം ചെയ്ത മനുഷ്യ, എപ്പോഴാണ് നീ മരിക്കുക എന്നറിയില്ല. നിന്റെ അന്ത്യം ഏത് സമയത്താണ് സംഭവിക്കുക എന്നറിയില്ല. നീ ചെയ്ത പാപങ്ങൾ നിറ കണ്ണുകളോടെ തന്റെ റബ്ബിലേക്ക് സമർപ്പിച്ചാൽ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഉടൻ തന്നെ പശ്ചാത്തപിക്കണേ, അമാന്തിപ്പിക്കരുതേ, താമസിപ്പിക്കരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 70-ലധികം പ്രാവശ്യം അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ. പാപം ചെയ്യാത്ത ഹബീബായ തങ്ങൾ, പാപം കുറിച്ച് ചിന്തിക്കാത്ത ഹബീബായ തങ്ങൾ, പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാ ദിവസവും ഞാൻ 70 പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ട്. എല്ലാ ദിവസവും 70-ൽ കൂടുതൽ പ്രാവശ്യം, മറ്റൊരു റിവായത്തിൽ 100 പ്രാവശ്യം എന്നും കാണാം. പ്രവാചകന്മാര് പോലും തൗബ ചെയ്യാറില്ലേ? പ്രവാചകന്മാര് പോലും പശ്ചാത്തപിച്ചില്ലേ? ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, വർഷങ്ങളോളം 100 വർഷത്തോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിറ കണ്ണുകളോടെ
തന്റെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ ബഹുമാനപ്പെട്ട ആദം നബിയും ബീവി ഹവ്വായും അലൈഹിമസ്സലവാത്തു വത്തസ്ലീമാത്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചത് ഖുർആൻ വിവരിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഒരു പ്രവാചകനാണ്, പ്രവാചക കുലത്തിലെ പ്രമുഖനാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവർ ചെയ്തു പോയ ഒരു പാപമാണോ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് ആദമേ നീയും നിന്റെ ഭാര്യയും അടുക്കരുതേ എന്ന് പറഞ്ഞു പോയി. ആദം നബിയെ അല്ല പിശാച് വശീകരിച്ചത്, ആദമിന്റെ ഭാര്യയാണ് വശീകരിച്ചത്, ആദമിന്റെ തുണയെയാണ് വശീകരിച്ചത്, ആദമിന്റെ ഇണയെയാണ് വശീകരിച്ചത്. ബീവി ഹവ്വ ഒറ്റയ്ക്കിരുന്നപ്പോ പിശാച് ബീവി ഹവ്വയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ലാത്ത സമയത്ത് ആ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ആ പെണ്ണതിൽ വീണു പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ, ചിന്തിക്കണേ, അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ തീരുമാനമാ. ഖുല്ലഹ്ബിതു മിൻഹാ ജമിയാ. എന്റെ തീരുമാനങ്ങൾ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല, അവർക്ക് ഇടമില്ല, അവരുടെ സങ്കേതം ഇതല്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ, ഭൂലോകത്തേക്ക് പോകണമേ. നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടോളാൻ പറഞ്ഞു. ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോടെ തൗബ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ അല്ലാഹുവേ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി പടച്ചവനെ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അല്ലാഹ് തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തീരാ നഷ്ടവാളികളായി പോകും പടച്ചവനെ, നഷ്ടപ്പെട്ടവരായി പോകും അല്ലാഹ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി ഹവ്വായും തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ. 100 വർഷത്തോളം. ചില ചരിത്രകാരന്മാർ പറയുന്നു 200 വർഷത്തോളം. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. الله سبحانه وتعالى ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോൾ പടച്ച തമ്പുരാൻ ഫതാബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് പുറത്തു കൊടുത്തു. ആദം നബിക്ക് തൗബ സ്വീകരിച്ചു. പ്രവാചകൻ തൗബ ചെയ്യുകയാണ്. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിബ്തിയിലെ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ്. ആളങ്ങ് തട്ടിപ്പോയി. ഒന്ന്
ഭയപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് തട്ടി, ആള് വടിയായി മരിച്ചുപോയി. ഉടനെ എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ. അല്ലാഹുവേ, ഇത് പിശാചിന്റെ പണിയായി പോയല്ലോ പടച്ചവനെ. വെറുതെ ആദ്യം അങ്ങോട്ട് അടിയും അടുക്കും ഉണ്ടാക്കിയിട്ട് സംഭവിച്ചു. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല, അതറിയാതെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ്. ആള് തട്ടിപ്പോയി, വടിയായിപ്പോയി. പടച്ചവനെ, ഇത് വല്ലാത്ത ശൈത്താന്റെ പണിയായി പോലെ. ഉടനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? തൗബ ചെയ്തു. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ. അല്ലാഹുവേ, ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം കാട്ടി നാഥാ, നീ എനിക്ക് പുറത്തു തരണേ പടച്ചവനെ, പുറത്തു തരണേ പടച്ചവനെ. ഫഗഫറ ലഹു. അല്ലാഹു പുറത്തു കൊടുത്തു. പ്രവാചകന്മാരുടെ കാര്യമാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്ത് ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോയാൽ മതി. അങ്ങനെ പോയി. അത് അള്ളാന്റെ തീരുമാനം. പരീക്ഷണങ്ങളൊക്കെ വരും, അതിനെ തരണം ചെയ്ത് കഴിഞ്ഞുകൂടണം. ദീനിന്റെ ദഅവത്ത് ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും. ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം? സഹിക്കണം, ക്ഷമിക്കണം, പിടിച്ചു നിൽക്കണം. അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ വലിയമാർക്ക് വല്ലാത്ത ഭീഷണികളാണ്. അവരെ കുറ്റം, ഇവരുടെ കുറ്റം, അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും.